ഹോം ബേക്കിംഗ് ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവൽ എങ്ങനെ പോകാം? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഹോം ബേക്കിംഗ് ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടാകാം. ഒരുപക്ഷെ ആഴ്ചയിൽ 2-3 ഓർഡേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു മാസം നല്ല സെയിൽസ് ഉണ്ടാകും, അടുത്ത മാസം താനെ കുറയും. ചില ദിവസങ്ങളിൽ കിച്ചണിൽ ഫുൾ ബിസി ആയിരിക്കും. പക്ഷേ മാസാവസാനം കണക്കെടുത്താൽ ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ എത്രയാണ് ഏൺ ചെയ്തത് എന്ന് ചോദിക്കേണ്ടി വരും. ഇവിടെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് നമുക്കുള്ളത്. ഓർഡേഴ്സ് കിട്ടുന്നത് ബിസിനസ് വളരുന്നു എന്നതിന് തുല്യമല്ല. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് വിറ്റു, അതൊരു സെയിലാണ്. പക്ഷേ അതേ കസ്റ്റമർ വീണ്ടും വരുന്നു, നമ്മളെ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്ട്സിൽ ഏതാണ് കൂടുതൽ പ്രോഫിറ്റ് തരുന്നതെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മുടെ ഓർഡേഴ്സ് ഒരു സിസ്റ്റം വഴി മാനേജ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ മാത്രമാണ് നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകം ബേക്കിംഗ് ചെയ്യുന്നു, ഓർഡേഴ്സ് എടുക്കുന്നു, കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷേ ഇനി അടുത്ത ലെവൽ എങ്ങനെ പോകണം എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആദ്യം നമുക്കൊരു ചെറിയ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാം. ഒരു കസ്റ്റമർ വിളിച്ചു, ഒരു കേക്ക് ഓർഡർ ചെയ്തു. നിങ്ങൾ കേക്ക് ഉണ്ടാക്കി, കസ്റ്റമർ പേയ്മെന്റ് ചെയ്തു. ഇതെന്താണ്? ഒരു ട്രാൻസാക്ഷൻ, അല്ലേ? പക്ഷേ ബിസിനസ് എങ്ങനെയാണ്? കസ്റ്റമർ വീണ്ടും വരണം, കസ്റ്റമർ മറ്റൊരാളെയും കൂടെ കൊണ്ടുവരണം. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ലതെന്നത് അറിയണം. നിങ്ങളുടെ പ്രൈസിങ് ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ പ്രോഫിറ്റ് അറിയണം. നിങ്ങളുടെ ടൈം എവിടെയാണ് പോകുന്നതെന്നും അറിയണം. അടുത്ത മാസം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് ബിസിനസ് എന്നത് കൂടുതൽ ഓർഡേഴ്സ് മാത്രമല്ല. ബിസിനസ് എന്നത് പ്രോഫിറ്റ് പ്ലസ് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് പ്ലസ് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ അത് ഗ്രോത്തിലേക്ക് ചെല്ലും. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പല ഹോം ബേക്കേഴ്സും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ട്രാപ്പിൽ പെടും. ഓർഡേഴ്സ് കൂടും, വർക്ക് കൂടും, സ്ട്രെസ് കൂടും. പക്ഷേ പ്രോഫിറ്റ് അതേപോലെ തന്നെ. അവിടെ നിന്നാണ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറേണ്ടത്. നെക്സ്റ്റ് ലെവൽ എന്താണെന്നല്ലേ? എവരിത്തിങ് സെൽ ചെയ്യുന്നത് നിർത്തുക. എല്ലാം നമുക്ക് പറ്റിയതല്ല. ഇനി രണ്ടാമത്തെ ലെവൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പേപ്പർ എടുത്തുനിന്ന് എഴുതി നോക്കുക. കേക്ക്, കപ്പ് കേക്ക്, ബ്രൗണി, കുക്കീസ്, പുഡിങ്, പിസ്സ, സ്നാക്സ്. കേക്ക്സ് ആണെങ്കിൽ തന്നെ പല ഫ്ലേവേഴ്സിൽ ഉണ്ടാക്കും, കസ്റ്റമൈസ്ഡ് കേക്ക്സ് ഉണ്ടാക്കും. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കരുതും എനിക്ക് കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമെന്ന്. പക്ഷേ ബിസിനസ് വളരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. കൂടുതൽ പ്രൊഡക്ട്സ് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓരോ പ്രൊഡക്റ്റിനും ഇൻഗ്രീഡിയൻസ് വേണം, ഓരോ പ്രൊഡക്റ്റിനും പാക്കിംഗ് വേണം, ഓരോ പ്രൊഡക്റ്റിനും പ്രൈസിങ് വേണം, ഓരോ പ്രൊഡക്റ്റിനും പ്രൊഡക്ഷൻ ടൈം വേണം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരേ ഒരു കാര്യം, എല്ലാ പ്രൊഡക്ട്സും നിർത്തുക എന്നല്ല, പകരം നിങ്ങളുടെ ബിസിനസ്സിൽ 3 കാറ്റഗറീസ് ഉണ്ടാക്കുക. നമ്പർ 1, ഹീറോ പ്രൊഡക്റ്റ്. നിങ്ങളുടെ ബിസിനസ്സിനെ ആളുകൾ ഓർക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം അത്. നമ്പർ 2, പ്രോഫിറ്റ് പ്രൊഡക്റ്റ്. നല്ല മാർജിൻ തരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം അത്. നമ്പർ 3, ആഡ് ഓൺ പ്രൊഡക്റ്റ്. എക്സിസ്റ്റിംഗ് ഓർഡറിൻ്റെ കൂടെ എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റ്. ഉദാഹരണത്തിന് ബർത്ത്ഡേ കേക്കാണ് നിങ്ങളുടെ ഹീറോ പ്രൊഡക്റ്റ്. കപ്പ് കേക്ക്സ് പ്രോഫിറ്റ് പ്രൊഡക്റ്റ് എന്ന് കരുതുക. അതിനെ ഫോക്കസ് ചെയ്യാം. കേക്കിൻ്റെ കൂടെ ക്യാൻഡിൽസ്, കപ്പ് കേക്ക്സ്, ബ്രൗണീസ് പോലുള്ള ആഡ് ഓൺസും കൂടെ ഉണ്ടാക്കാം. ഇങ്ങനെ പ്രൊഡക്റ്റ് റേഞ്ചിനെ ബിസിനസ് പോയിന്റിലൂടെ, ആ വ്യൂയിലൂടെ തന്നെ കാണാൻ തുടങ്ങണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സെയിൽസ് അല്ല, പ്രോഫിറ്റ് നോക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ് 1000 രൂപയ്ക്ക് വിറ്റാൽ, അങ്ങനെ വിൽക്കുന്നു എന്ന് കരുതുക, നമ്മൾ വളരെ സന്തോഷിക്കും, അല്ലേ? ₹1000 സെയിൽ കിട്ടി. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. പാക്കിങ്ങിന് എത്രയായി, ഡെലിവറി കോസ്റ്റ് എത്രയായി, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വേസ്റ്റേജ്, നിങ്ങളുടെ ടൈം, ഇതൊന്നും കണക്കാക്കിയില്ലെങ്കിൽ 1000 സെയിലുണ്ടായിട്ടും 200 മാത്രമായിരിക്കാം യഥാർത്ഥ പ്രോഫിറ്റ്. അതിനാൽ ഇനി മുതൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഓരോ പ്രൊഡക്റ്റിനും ഒരു കണക്കെഴുതണം. അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് മൈനസ് പാക്കിംഗ് മൈനസ് ഡെലിവറി, അതർ
ഡയറക്റ്റ് കോസ്റ്റുകൾ, ബാക്കി എന്തൊക്കെ ചിലവാകുന്നു അതൊക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ നോക്കുക ഗ്രോസ് പ്രോഫിറ്റ്. ഇതറിയാതെ ബിസിനസ് വളർത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പ്രൊഡക്റ്റ് തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിരിക്കണമെന്നുമില്ല. ഇതാണ് പലർക്കും അറിയാത്തൊരു ബിസിനസ് ലെസൺ. ബെസ്റ്റ് പ്രൊഡക്റ്റ് കണ്ടെത്തുക, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഒരു എക്സർസൈസ് കൂടി നമുക്ക് ചെയ്താലോ? കഴിഞ്ഞ 30 ദിവസത്തെ ഓർഡേഴ്സ് നോക്കൂ. ഒരു പ്രൊഡക്റ്റിനും എത്ര ഓർഡേഴ്സ്, എത്ര സെയിൽസ്, എത്ര പ്രോഫിറ്റ്, ഇത് ഉണ്ടാക്കാൻ എത്ര സമയമെടുത്തു, റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടോ, അതും നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് 3 തരത്തിലുള്ള പ്രൊഡക്ട്സ് കാണാം. ഹൈ സെയിൽസ്, ഹൈ പ്രോഫിറ്റ്, ഇവയാണ് നിങ്ങളുടെ പ്രയോറിറ്റി പ്രൊഡക്ട്സ്. അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഹൈ സെയിൽസ്, ലോ പ്രോഫിറ്റ്, ഇവയുടെ പ്രൈസിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പരിശോധിക്കണം. ലോ സെയിൽസ് പ്ലസ് ലോ പ്രോഫിറ്റ്, ഇവയെക്കുറിച്ച് ആലോചിക്കുകയും വേണം. ഇത് ചെയ്താൽ എനിക്ക് എന്താണ് സെൽ ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ കുറയും. കാരണം ഇനി നിങ്ങൾ ഫീലിംഗ് കൊണ്ടല്ല, ഡേറ്റ നോക്കി തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ ടൈമാണ് ഏറ്റവും വിലയേറിയത്. ഹോം ബിസിനസ്സിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഓൺ ടൈമിന് പ്രൈസ് കൊടുക്കാറേ ഇല്ല. രാവിലെ ഇൻഗ്രീഡിയൻസ് വാങ്ങുന്നു, കിച്ചൺ ക്ലീൻ ചെയ്യുന്നു, കേക്ക് ബേക്ക് ചെയ്യുന്നു, ഡെക്കറേറ്റ് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, കസ്റ്റമർ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നു, ഡെലിവറി ഡോറിനെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? അവസാനം ബിസിനസ് വളരെ ബിസിയാണ്. പക്ഷെ ചോദിക്കണം, ഈ ബിസിനസ് എൻ്റെ ലൈഫ് എളുപ്പമാക്കുകയാണോ അതോ മുഴുവൻ സമയവും ബിസിനസ്സിൽ തന്നെ ഞാൻ കുടുങ്ങിയിരിക്കുകയാണോ? നമുക്കൊരു ഫ്രീഡം ഇല്ലെങ്കിൽ പിന്നെ നമ്മളിത് തുടരുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം? നെക്സ്റ്റ് ലെവൽ ബിസിനസ് എന്നത് കൂടുതൽ കൂടുതൽ ജോലി ചെയ്യുകയല്ല, ഒരേ ജോലി കൂടുതൽ സ്മാർട്ടായി ചെയ്യുക. ഉദാഹരണത്തിന് കസ്റ്റമർ ക്വസ്റ്റ്യൻസിന് റെഡിമെയ്ഡ് റിപ്ലൈസ്, പ്രൈസ് ലിസ്റ്റ് റെഡിയാക്കണം, ഓർഡേഴ്സ് ഫോം റെഡിയാക്കണം, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് റെഡിയാക്കണം, പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് റെഡിയാക്കണം, ഡെലിവറി പ്രോസസ്സ് റെഡിയായിരിക്കണം. ഇവയെല്ലാം ഉണ്ടാക്കിയാൽ ഓരോ കസ്റ്റമറിനും എല്ലാം സീറോയിൽ നിന്ന് ചെയ്യേണ്ടി വരില്ല. കസ്റ്റമർ ഒരിക്കൽ മാത്രം വരരുത്. ഇനി ഏറ്റവും വാല്യുബിൾ അസറ്റ് അതാണ്. കസ്റ്റമറിനെ വീണ്ടും വീണ്ടും വരുത്താനുള്ള ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഒരു കസ്റ്റമർ കേക്ക് വാങ്ങി, കേക്ക് കൊടുത്തു, പേയ്മെൻറ്റ് വാങ്ങി, ഡൺ. ഇതൊരു സെയിൽ മാത്രമാണ്. പക്ഷേ കസ്റ്റമർ ജേർണി ഇവിടെ അവസാനിക്കരുത്. കേക്ക് ഡെലിവേർഡ് ചെയ്തതിന് ശേഷം കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക് ചോദിക്കുക, ഫോട്ടോ കിട്ടിയാൽ പെർമിഷൻ എടുത്ത് സേവ് ചെയ്യുക, അടുത്ത ഒക്കേഷൻ എപ്പോഴാണെന്ന് മനസ്സിലാക്കുക, ബർത്ത്ഡേ കഴിഞ്ഞാൽ നെക്സ്റ്റ് ബർത്ത്ഡേ, ആനിവേഴ്സറി, ക്രിസ്മസ്, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഈദ്, സ്കൂൾ ഇവൻറ്റ്സ്, ഹൗസ് വാമിങ്, ഓണം, ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ്. ഇങ്ങനെ കസ്റ്റമറിൻ്റെ ഫ്യൂച്ചർ ഒക്കേഷൻസ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പുതിയ കസ്റ്റമറിനെ കണ്ടെത്തുന്നതിനേക്കാൾ നിങ്ങളെ ഇതിനകം വിശ്വസിക്കുന്ന കസ്റ്റമറിനെ വീണ്ടും സെർവ് ചെയ്യുന്നത് വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് കസ്റ്റമർ ലിസ്റ്റ് സൂക്ഷിക്കുക. അതെങ്ങനെ സൂക്ഷിക്കാം? അവരുടെ പേര്, ഫോൺ നമ്പർ, അവരെന്താണ് ഓർഡർ ചെയ്തത്, വന്ന ഡേറ്റ്, ഏത് ഒക്കേഷന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്, അതുപോലെ തന്നെ അവരെന്താണ് പ്രിഫർ ചെയ്തത്, ഇവയൊക്കെ ഗ്രാജുവലി റെക്കോർഡ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഞാൻ ബേക്കർ എന്നതിൽ നിന്ന് ഞാൻ ബ്രാൻഡ് എന്നതിലേക്ക് ഇനി ഒരു വലിയ മെൻ്റൽ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യണം. നിങ്ങൾ സ്വയം എന്തായാണ് കാണുന്നത്? അതായത് ഞാൻ ആരാണ്? ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹോം ബേസ്ഡ് ഫുഡ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന എൻ്റർപ്രനറാണ്. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബേക്കർ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യും, ബിസിനസ് ഓണർ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യും. ബേക്കർ ഇന്ന് എന്തുണ്ടാക്കണമെന്ന് ചിന്തിക്കും, ബിസിനസ് ഓണറോ അടുത്ത മാസം എൻ്റെ ബിസിനസ് എവിടെയായിരിക്കണം എന്ന് ചിന്തിക്കും. ബേക്കർ ആണെങ്കിൽ ഓരോ ഓർഡറും ഇൻഡിവിജ്വലി മാനേജ് ചെയ്യും, ബിസിനസ് ഓണർ സിസ്റ്റം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ കമ്പനി ആയിരിക്കണമെന്നല്ല, ചെറിയ ഹോം ബിസിനസ് ആയാലും ഓണർ മൈൻഡ് സെറ്റ് വേണം. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ അടുത്ത 90 ദിവസത്തേക്ക് ഒരു പ്ലാൻ തരട്ടെ. ഞാൻ നിങ്ങളോടൊരു പ്രാക്ടിക്കൽ ചലഞ്ച് പറയാം. അടുത്ത 90 ദിവസത്തേക്ക് ഒരുമിച്ച് 20 കാര്യങ്ങൾ ചെയ്യരുത്. 3 കാര്യങ്ങൾ മാത്രം, 3 കാര്യങ്ങൾ. 1 സ്ട്രോങ് പ്രൊഡക്റ്റ്, നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. 2 റിപ്പീറ്റ് കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വീണ്ടും കൊണ്ടുവരാനുള്ള സിസ്റ്റം ഉണ്ടാക്കുക. 3 കാര്യം 1 സിമ്പിൾ ബിസിനസ് സിസ്റ്റം.
അതായത് ഓർഡർ മുതൽ ഡെലിവറി വരെ പ്രോസസ്സ് എഴുതി വെക്കുക. ഇത് 3 കാര്യങ്ങൾ ശരിയാക്കിയാൽ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ക്ലിയർ ആകും. പിന്നീട് ടീം, ഓട്ടോമേഷൻ, ബിഗർ മാർക്കറ്റിംഗ്, പെയ്ഡ് ആഡ്സ്, വെബ്സൈറ്റ് ഇവയിലേക്കൊക്കെ നമുക്ക് നോക്കാൻ സമയം കിട്ടും. പക്ഷേ ഫൗണ്ടേഷൻ ആദ്യം തന്നെ നിങ്ങൾ ക്ലിയർ ആക്കിയിരിക്കണം. ഒരു ആക്ഷൻ പ്ലാൻ പറയാം. ഇപ്പോൾ വീഡിയോ പോസ് ചെയ്യാതെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഈ 5 ക്വസ്റ്റ്യൻസ് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എനിക്ക് യഥാർത്ഥത്തിൽ എത്ര പ്രോഫിറ്റ് ആണുള്ളത്? 3, എൻ്റെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റ് ആകുന്ന ഭാഗം ഏതാണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത 90 ദിവസത്തെ ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്ന പ്രധാന ഗോൾ എന്താണ്? ഇവയ്ക്ക് ഹോണസ്റ്റായി ആൻസർ എഴുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട ഡയറക്ഷൻ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ കണ്ടത് ഓർഡേഴ്സ് എങ്ങനെ കിട്ടുമെന്നല്ല, അതിനുശേഷം എന്ത് ചെയ്യണമെന്നാണ്. അതായത് ഓർഡേഴ്സ് കിട്ടിയാൽ അതിൻ്റെ പ്രോഫിറ്റ് നോക്കണം, റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ ആക്കണം, സിസ്റ്റം ഗ്രോത്തിലോട്ട് കൊണ്ടുപോകണം. അത് നമ്മുടെ ഒരു സേഫ് ജേർണി ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമായ സിസ്റ്റം നമുക്ക് പ്രാക്ടിക്കലായി നോക്കാം. ഞാനില്ലാതെ എൻ്റെ ബിസിനസ് നടക്കുമോ എന്ന ചോദ്യത്തിന് ആൻസർ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് നോക്കിയാലോ? ഒരു ഹോം ബേക്കറിന് വേണ്ട ഏറ്റവും സിമ്പിൾ ബിസിനസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ കമൻറ്റിൽ നെക്സ്റ്റ് ലെവൽ എന്ന് എഴുതുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ സ്റ്റെപ്പുകൾ കാണാം. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഓർഡേഴ്സ് എടുക്കുന്നതല്ല നെക്സ്റ്റ് ലെവലിലെ ബിസിനസ്സിനെ കൂടുതൽ പ്രോഫിറ്റബിൾ, റിപ്പീറ്റബിൾ, മാനേജബിൾ ആക്കുന്നതാണ് നെക്സ്റ്റ് ലെവൽ. ഇതാണ് ഈ വീഡിയോയുടെ സെൻട്രൽ ഐഡിയ. അടുത്ത സാറ്റർഡേ വീഡിയോ 2 ഇതിൻ്റെ കണ്ടിന്യൂഷനായി ഹോം ബേക്കർ ബിസിനസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന പ്രാക്ടിക്കൽ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കാത്തിരിക്കുക. താങ്ക് യു.